എല്ലാവർക്കും ഷാബൂസ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നും വന്നിരിക്കുന്നത് പരവരി ചീപ്പ് പാലത്തിൻ്റെ അടുത്താണ്. നമ്മൾ വന്നപ്പോൾ തന്നെ രണ്ടുമൂന്ന് പാര പിടിച്ചായിരുന്നു. അതിപ്പോഴാണ് വീഡിയോ ഇട്ടത്. ഞാനപ്പോൾ രണ്ടു മൂന്ന് നേരമൊക്കെ ഇരുന്ന് പാര ഇടുന്നുണ്ട്. പക്ഷേ വലുതായിട്ട് ആരും അറിഞ്ഞില്ല ഇന്ന് നല്ല പാര പിടുത്തമുണ്ടെന്ന്. നമ്മൾ രണ്ടു മൂന്ന് പേര് സാധാരണ നമ്മൾ അപ്പുറത്ത് നിന്നായിരുന്നു പാര പിടിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇപ്പുറത്തോട്ട് മാറി വന്ന് അങ്ങനെ ഇവിടെ പപ്പേരെ രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുമായിട്ട് രണ്ട് പാര പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്തോട്ടൊക്കെ രണ്ടു മൂന്ന് പേര് ഇപ്പോൾ നമ്മൾ സാധാരണ അവിടെയാണ് ഇരിക്കുന്നത്. വല ഇട്ടുകൊണ്ട് ഇരിപ്പുണ്ട്. ആ വല കോരുന്നുണ്ട്. നമ്മളങ്ങനെ അടുത്ത പാര ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുഞ്ഞു പാരയാണ്. അപ്പുറത്ത് അവിടെ നേരെ താങ്കളിന് ഇട്ടിരിക്കുന്നത്. ഒരു സോങ് ഡെഡിക്കേഷൻ സമൃദ്ധിക്ക് കാണാം നമുക്ക്. ആരാ പോയില്ല കല്യാണത്തിന്? ശങ്കറിൽ ഏറ്റെടുത്ത അമ്മയാണല്ലേ? പിന്നെ അങ്ങനെ അടുത്ത പാര ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഇടത്തരം പാര തന്നെ. നമുക്ക് അടുത്ത പാര ഇട്ടിരിക്കുകയാണ്. നമ്മളത് കവറിലോട്ട് ഇടാൻ പോകണം. അങ്ങനെ അടുത്തൊരു വലിയ പാര കിട്ടിയായിരുന്നു. മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ് അത് കിട്ടിയത്. ഒരു അത്യാവശ്യം ഒരു നല്ല സൈസ് ഇടത്തരം പാരയാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ ചെകിളയെ കൂടെയൊക്കെ കയറി കൊഴുത്തിരിക്കുക. അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ അത് നമ്മൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യാന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. പരമാവധി നമുക്ക് എടുക്കാൻ നോക്കാം. കമ്പനി വീഡിയോ എടുക്കാടാ. ഞാൻ വീഡിയോ എടുക്കുന്ന അല്ല, അത് നമ്മളെ ഇതിൻ്റെടാ യൂട്യൂബ് ചാനലിൻ്റെ ചാനലുണ്ടോ? അത് തന്നെ എടുത്തിടല്ലേ. അത് നിൻ്റെ അങ്ങനെ നമ്മളത് ചൂണ്ടത് പൊട്ടിക്കേണ്ട ആവശ്യം വന്നില്ല.
എടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അത്യാവശ്യം ഒരു ഇടത്തരം പാരട്ട് നമ്മളടുത്തത് എറിയാനായിട്ട് കണ്ട് കൊഞ്ചൊക്കെ അടിച്ച നമ്മൾ ചത്ത കൊഞ്ചാണ് ഇടുന്നത്. അപ്പുറത്തിരിക്കുന്നതാണ് നല്ല ജീവനുള്ള കൊഞ്ച്. ജീവനുള്ള കൊഞ്ചിട്ട് നമ്മൾ എറിയുന്ന ഒരു കൈ പോലും പാഴാകത്തില്ല. നമ്മൾ ചത്ത കൊഞ്ചിട്ടാണ് പിടിക്കുന്നത്. ജീവനുള്ള കൊഞ്ചിട്ട് രാവിലെ ഒന്ന് തപ്പണം. നമ്മളങ്ങനെ അടുത്തത് ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ അടുത്ത പാര ഇട്ടിട്ടുണ്ട്. അതും അത്യാവശ്യം ഒരു ഇടത്തരമല്ല, എന്നാലും ഒരു ചെറിയ പാര, നല്ല അടിപൊളി പാര. നമ്മൾ അതിൻ്റെ കവറിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത കൊഞ്ചെടുത്തെറിയാൻ പോവാണ്. അങ്ങനെ നമ്മൾ അടുത്ത പാര ഇട്ടിട്ടുണ്ട്. അതൊരു കുഞ്ഞു പാര. അപ്പുറത്തിരുന്ന് താങ്കൾ ജീവനുള്ള കുഞ്ഞിരുന്ന് തകർത്ത് പിടിക്കുകയാണ്. നമ്മൾ അങ്ങനെ അടുത്ത പാര ഇട്ടിട്ടുണ്ട്. നമുക്ക് വലുതായിട്ട് മുഷിപ്പ് വരുന്നില്ല പാര പിടിക്കുമ്പോൾ. നമുക്ക് ഇടുമ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ കൊത്തുകൊണ്ട് അത്യാവശ്യം മലയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്തതാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത പാര വരുന്നുണ്ട്. അടുത്ത പാര അതും അത്യാവശ്യം ചെറിയ പാരയാണ്. അത്യാവശ്യം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് അപ്പുറത്തായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറി വന്നിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്ന ശേഷം 2-3 മാമന്മാർ വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് അത്യാവശ്യം നല്ല കൊത്തൊക്കെ ഉണ്ട്. അപ്പുറത്തിരിക്കുന്ന നമ്മൾ നേരത്തെ കാണിച്ച ഞങ്ങളൊക്കെ 2 മീൻ ഇട്ട് പിടിക്കുന്നുണ്ട്.
നമ്മളങ്ങനെ ഇപ്പുറത്തോട്ട് വന്ന് രായത്തെ പാര കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല സൈസ് പാര തന്നെ. നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടിയ മീനുകളാണ്. അത് കുറേ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അങ്ങനെ ഇപ്പുറത്തോട്ടിട്ട് നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച ആദ്യത്തെ പാര കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല അടിപൊളി മീൻ തന്നെ. എന്നെ നമ്മളെ ചൂണ്ടിട്ട് എന്നെ അപ്പുറത്ത് ഒരാളുടെ വസ്തുവാണത്. ആ കുളത്തിൽ കുറേ കരിമീനും വളർത്തുന്ന കുറേ മീനൊക്കെ കൊണ്ട് അമ്മ അപ്പുറത്ത് ചൂണ്ടയിടാനൊന്നും പറ്റത്തില്ല. ആ വസ്തു അതിൻ്റെ ഉടമസ്ഥ അവിടെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പുറത്തോട്ട് മാറിയിരുന്ന് പാരയ്ക്ക് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പാര ഇട്ടിട്ടുണ്ട്. അതൊരു അത്യാവശ്യം ഇടത്തരം പാരയാണ്. അത് കവർ ഇടാം. നമുക്ക് നമ്മളപ്പുറത്തേക്കുന്ന അങ്കിളിന് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, ഒരു പാര. അത് അങ്ങനെ നമുക്ക് കുറേ നേരത്തിന് ശേഷം പാര എടുത്തതിന് ശേഷം അടുത്ത ഇടത്തര ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചെമ്പല്ലിയാണ്. നല്ല ചുവന്ന കളറ് അടിപൊളി ചെമ്പല്ലി.
കുറേ നേരമായി പാര അടിക്കുന്നു. ആ കൊണ്ടുവന്ന പാരേനെ വരെ തട്ടി തട്ടി എടുക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഒരു പ്രാവശ്യം കിട്ടിയത് ഇങ്ങനെ കൈ വലിച്ച് കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു ആ പേര. അങ്ങനെ ഇപ്രാവശ്യം നമ്മളതിനെ പൊക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെമ്പല്ലി. നമ്മളെ കൈനേയും കാട്ടിയുണ്ട് ഒരു സാധനം. അങ്ങനെ നമ്മളെ ചെമ്പല്ലി പിടുത്തത്തിന് ശേഷം പാര പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തേക്ക് അങ്കിളിന് കാണാണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പിടുത്തമുണ്ട്. പക്ഷെ വലുതായിട്ട് ആരും അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ നിരന്നിരുന്നേനെ ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പാര മൊത്തം നമ്മളാണ് പിടിക്കുന്നത്. $300 ഉള്ളൂ. നോക്കിയാൽ പിന്നെ 50 രൂപ കൂടെ നുള്ളി പറിക്കരുത്. 50 തപ്പി പറിക്കാൻ 50 കൂടെ ഉണ്ട്. 350. പിന്നെ വെടിപാടിൻ്റെ പരിപാടിയൊക്കെ ഇല്ലേ? പിന്നെ വെടി പരിപാടി വെടിവെട്ടിക്കുന്നില്ല. പടക്കത്തിന് മരുന്നിട്ട് എവിടെ പോയി ഇറങ്ങി നിൽക്കായിരുന്നു. ജാഗ കെട്ടി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് പെട്ടെന്ന് ഓടാ എനിക്ക് പോകണം. ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോക്കില്ലായിരുന്നു കുറേ കാലമായിട്ടേ. കുറേ നാളായി പോയിട്ട് വേണ്ട. എനിക്കൊന്ന് ഒരു വർഷത്തോളം ആവുമെന്ന് തോന്നുന്നു. കാണിച്ചെടുത്തേ. പിന്നെ കുറേ ഉള്ളപ്പോഴത്തേക്കാണ് കൊണ്ടുപോകണത്. ചേരുന്നത് വയലവശലൊന്നും നടക്കത്തില്ല. അന്ന് പറയുന്ന പൈസ ഒന്നും പോരാ. അവിടെ തന്നെ സംസാരമൊന്നും വർഷത്തിന് മതി. അയ്യോ അനി പോയതായിരുന്നു.
ചെറിയ വരയായില്ലേ? ആ കൊച്ചു വരാനുണ്ട്. കറി വെക്കൂടാ, കറി വെക്കും. ആ അതല്ലേ വറക്കാനും അടിപൊളിയല്ലേ? വറക്കാൻ അടിപൊളിയാണ്. ഇത് കണ്ണിയവൻ പാരയാണ്, വെള്ളപ്പാരയല്ലേ ഇത്. കണ്ണിയവൻ പാര നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള സാധനം. ടോണി സാധാരണ ഈ ചെറിയ കണ്ണിയവൻ പാര മേടിക്കത്തേയില്ലേ? ഞാൻ ഉല്ലാസോടെ അവിടെ ചൂണ്ടയിട്ട് കുറച്ച് പാരയിട്ട് ഉല്ലാസം വീട്ടിൽ കൊണ്ടുവന്നിട്ടുമ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിൽ എന്തിനാ പൈസ മേടിക്കാൻ കയറിയാ. പൈസ മേടിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കും പാര എടുത്ത് കൊടുത്തു. കൊച്ചവിടെ നിന്നുണ്ടായ അവ അത് പൊരിച്ചൊക്കെ കഴിച്ചിട്ട് പിറ്റേന്ന് ഇവിടെ പാര പിടിച്ചിട്ട് വന്ന് മേടിച്ചോണ്ട് 300 രൂപ ഒരു മേടിച്ചോണ്ട് പോയി. എന്നിട്ട് ഞാൻ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പിടിച്ചോണ്ട് അവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അത് 300 നേരത്തെ മേടിച്ച് അത് 300 രൂപയ്ക്ക് ഞാൻ കൊണ്ട് കൊടുത്തു. ചൊറിയെന്ന് പണിക്ക് പോയാ? ചൊറിയൻ്റെ ഒരു പണിക്ക് പോയി കാണും, വല്ല ആൾ വന്നേ. ഒരുമിച്ച് കാണും. വലിയൊരു വിളാവ് നോക്കിക്കോ. പൊളവൻ വലുത്. വലിയ സാധനം നോക്കി. നമ്മളിവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു പൊളവനെ കണ്ട് അതങ്ങനെ മാളത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ആ പൊളവൻ നമ്മളങ്ങനെ അവിടെ നിന്ന് മാറി അപ്പുറത്തോട്ട് പോവുകയാണ്. നമ്മളാ പാലത്തിൻ്റെ അങ്ങോട്ട് പോയി 2 സ്റ്റിക്ക് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റിക്കും കൊണ്ട് പോവുകയാണ്. പോകാൻ നേരത്ത് ചെറിയൊരു അഴുകേന ഉണ്ട്, ചെറിയ. അങ്ങനെ അത് അടിക്കുമല്ലേ നോക്കുവാണ് നമ്മൾ. അഴുകേന ഞാൻ വിളിക്കാം ഇനി. നമ്മളവിടെ പാലത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2-3 അമ്മമാർ വലയിടുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി 2 സ്റ്റിക്ക് അടിക്കാം. നമ്മളെ ഫിഷിൻ്റെ ഊമായിട്ട് അടിക്കുക. റോഡ് പണി കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വണ്ടികളൊന്നും വരത്തില്ല. പലതുണ്ട് വലയിട്ടിട്ട് അവർക്കൊന്നും കിട്ടിയില്ല ഇതുവരെ. അങ്ങനെ അവർ പോയി. നമ്മൾ സ്റ്റിക്ക് അടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങളായിരുന്നു സ്റ്റിക്ക് അടിച്ചോണ്ടിരിക്കുക. പണി കിടക്കുന്നതുകൊണ്ട് വണ്ടികളൊന്നും പോകാതെ നമ്മൾ റോഡിൽ കൂടെ നടക്കാറ്.
അങ്ങനെ ഇവിടെയാണ് ആ കാണുന്നതാണ് നമ്മളെ ഒരു കര കാണുന്നത്. നമ്മളെ കായലും കടലും ഒന്നിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ വെള്ളം കുറഞ്ഞ് അങ്ങനെയാണ് അവിടെ ഒരു നിലം പോലെ വന്നത്. അവിടെയാണ് നമ്മളെ കായലും കടലും ഒന്നിക്കുന്ന സ്ഥലം. നമ്മളതിൻ്റെ ഇപ്പുറത്തോട്ട് വന്ന് ഇത് സ്റ്റിക്ക് അടിക്കുകയാണ്. ഒന്നും കിട്ടത്തില്ല, എന്നാലും ചുമ്മാ നോക്കുക. അത്യാവശ്യം കുറച്ച് പാര കിട്ടി. നമ്മളങ്ങനെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ബാക്കി വീഡിയോ വീട്ടിൽ ചെന്നിട്ട് ഇടാം. നമ്മളങ്ങനെ ഇവിടുത്തെ ചൂണ്ടയിടമൊക്കെ മതിയാക്കി പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അത് തന്നെ വെട്ടി ഫ്രൈ ചെയ്യുന്നത് കാണിക്കാം. എല്ലാം നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. വീട്ടിൽ ചെന്ന് ചെമ്പല്ലി നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവന്ന മീനാണിത്. ഇത് നമ്മൾ ഫ്രൈ ആക്കാൻ പോവുകയാണ്. ഇതിൽ കൂടുതലൊന്നും വേണ്ട. നമുക്ക് കുറച്ച് മഞ്ഞൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മുളക് പൊടിയാണ്. നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മളിതിന് മുന്നേ നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചായിരുന്നു. അത് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് അതിൻ്റെ കൂടെ ശകലം എണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ല ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനാണ് ഈ എണ്ണയും കൂടെ ഒഴിക്കുന്നത്. നല്ല രീതി എല്ലായിടവും മസാല തേച്ച് പിടിപ്പിക്കണതാണ്. അകത്തും നമ്മൾ വരഞ്ഞെടുത്തെല്ലാം. നമ്മളാ ഫ്രഷ് മീൻ വറുത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അത് നല്ല പച്ച മീനാണ്. പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റാതെ അപ്പോഴേ തന്നെ നമ്മൾ നല്ല രീതി കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വറുത്ത് കഴിച്ചാൽ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ. പാരയും നമ്മുടെ നാട്ടിലെ പാര എന്നാണ് പറയുന്നത്. പാരയുണ്ട്, ചെമ്പല്ലിയുണ്ട്. നല്ല രീതി മസാലയൊക്കെ തേച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസർ കയറ്റി വയ്ക്കും. എന്നിട്ട് നമ്മളിത് ഫ്രൈ ആക്കും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് മീൻ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിനി വറുക്കാൻ പോവാണ്. അങ്ങനെ പാൻ ചൂടായി. കുറച്ച് എണ്ണ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. പിന്നെ കറിവേപ്പില കുറച്ച് ഇടയാണ് അതിനകത്ത്. കറിവേപ്പില വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാതിരിക്കാനും പിന്നെ ടേസ്റ്റ് വ്യത്യാസം വരും. ആദ്യത്തെ നമ്മളെ ചെമ്പല്ലിയാണ് എടുത്ത് വയ്ക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ ഒരു ചെമ്പല്ലി ഒരു പാരയും അതിൽ വെച്ച് അത് ഇനി ഒന്ന് നല്ല രീതി ഒന്ന് ഫ്രൈ ആയിട്ട് അതിന് ശേഷം നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന രണ്ടെണ്ണം കൂടെ വയ്ക്കാം. ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് ഇതായി നല്ല രീതി വെന്ത് അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. നല്ല രീതി തന്നെ നല്ല മണവും കാര്യങ്ങളൊക്കെ ഇട്ട കറിവേപ്പിലയും അതിൻ്റെ ഇതും ആ പുരട്ടും എല്ലാം നല്ല രീതി ഇറങ്ങി നല്ല അടിപൊളി പരുവത്തിയിരിക്കുകയാണ് നമ്മളെ ചെമ്പല്ലിയും പാരയും.
അതിൻ്റെ ആ പുറമൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാരയും ഫ്രൈ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച് അതെല്ലാം സെറ്റായി നമ്മളിനി അത് കഴിക്കാൻ പോവാണ്. ചെമ്പല്ലി തിന്നാൻ പോകുന്നതാണ്. സൂപ്പർ. അങ്ങനെ വറുത്ത ചെമ്പല്ലി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് ഒരു അടിപൊളി സാധനം വറുത്തായിരുന്നു. ചൂട് കാരണം തറയിൽ പോയി. സൂപ്പർ. അപ്പൊ നമ്മൾ പാരയും കൂടി തിന്നാൻ പോവാണ്. നല്ല അടിപൊളി പീസൊക്കെ എടുത്ത് കുറച്ച് ഉള്ളിയും കൂടി എടുത്ത് ഇങ്ങനെ വായ അങ്ങോട്ട് വെച്ചാ ഇത് നല്ല അടിപൊളി മസാലയുടെ എല്ലാത്തിൻ്റെ ടേസ്റ്റ്. നമ്മുടെ പപ്പയാണ് ഉണ്ടാക്കിയത്. പപ്പയാണ് ഇന്നത്തെ കുക്കർ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ട് വന്നാൽ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബൈ ടാറ്റാ.